നമസ്കാരം, ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിയന്ത്രണമില്ലാത്ത ഉയർന്ന രക്തസമ്മർദ്ദം 100 കോടി ആളുകളെ അപകടത്തിലാക്കുന്നു. ലോകാരോഗ്യ സംഘടന അടുത്തിടെ പുറത്തിറക്കിയ രണ്ടാമത്തെ ഗ്ലോബൽ ഹൈപ്പർ ടെൻഷൻ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്ത് ഏകദേശം 1.4 ബില്യൺ ആളുകൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായതായി സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവരിൽ 5 പേരിൽ ഒരാൾക്ക് മാത്രമാണ് മരുന്നുകളിലൂടെയോ ആരോഗ്യ കാരണങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടോ രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലുള്ളത്. എന്നാൽ WHO, ബ്ലൂംസ്ബർഗ് ഫിലാന്ത്രോപ്പീസ്, റിസോൾവ് ടു സേവ് ലൈവ്സ് എന്നിവയുടെ സഹ ആതിഥേയത്വത്തിൽ നടന്ന 80ാമത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി യോഗത്തിൽ പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം WHO ശുപാർശ ചെയ്യുന്ന എല്ലാ രക്തസമ്മർദ്ദ മരുന്നുകളും ഫാർമസികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സാധാരണയായി ലഭ്യമാകുന്നത് താഴ്ന്ന വരുമാനമുള്ള 28% രാജ്യങ്ങളിൽ മാത്രമാണ്. ഹൃദയാഘാതം, സ്ട്രോക്ക്, ക്രോണിക് വൃക്കാരോഗം, ഡിമെൻഷ്യ എന്നീ രോഗങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കാരണമാകുന്നു. ഇത് തടയാനും ചികിത്സിക്കാനും കഴിയുന്ന രോഗമാണെങ്കിലും അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ നേരത്തെ മരണമടയേണ്ടി വരും. രാജ്യങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടങ്ങളും നേരിടേണ്ടി വരും. 2011 മുതൽ 2025 വരെ ഹൈപ്പർ ടെൻഷൻ ഉൾപ്പെടെയുള്ള കാർഡിയോവാസ്കുലർ രോഗങ്ങൾ താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങൾക്കും മധ്യവരുമാന രാജ്യങ്ങൾക്കും ഏകദേശം $3.7 ട്രില്യൺ നഷ്ടം വരുത്തുമെന്നാണ് പുതിയ കണക്ക് പറയുന്നത്. WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനത്തിന്റെ വാക്കുകൾ പ്രകാരം ഓരോ മണിക്കൂറിലും ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് 1000-ലധികം ആളുകൾ സ്ട്രോക്കും ഹൃദയാഘാതവും മൂലം മരണപ്പെടുന്നു. ഇതിൽ പല മരണങ്ങളും തടയാവുന്നതാണ്. രാജ്യങ്ങൾക്ക് ഈ അവസ്ഥ മാറ്റാനുള്ള സാമഗ്രികളുണ്ട്. രാഷ്ട്രീയ മനസ്സും തുടർച്ചയായ നിക്ഷേപവും ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണം ആരോഗ്യ സേവനങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നതിനു വേണ്ട പരിഷ്കാരങ്ങളും ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാനും സർവ്വജനാരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും. ബ്ലൂംസ്ബർഗ് ഫിലാന്ത്രോപ്പിസ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം നേതൃത്വം നൽകുന്ന ഡോക്ടർ കെല്ലി ഹെനിങ്ങിന്റെ വാക്കുകളും ശ്രദ്ധേയമാണ്. നിയന്ത്രിക്കപ്പെടാത്ത ഉയർന്ന രക്തസമ്മർദ്ദം വർഷം തോറും 1 കോടി ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നു. അതേസമയം ഇത് തടയാനും ചികിത്സിക്കാനും കഴിയുന്ന രോഗമാണ്. ഹൈപ്പർ ടെൻഷൻ ചികിത്സയെ സർവ്വജനാരോഗ്യ പരിരക്ഷയിലും പ്രാഥമികാരോഗ്യ സേവനങ്ങളിലും ഉൾപ്പെടുത്തിയ രാജ്യങ്ങൾ നല്ല പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെയധികം താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളും മധ്യവരുമാന രാജ്യങ്ങളും പിന്നിലായി തുടരുകയാണ്. ബോധവൽക്കരണവും ചികിത്സാ ലഭ്യത വർദ്ധിപ്പിക്കുന്ന നയങ്ങളും മാത്രമാണ് ഹൃദയ സംബന്ധ രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ സഹായകമാക്കുന്നത്. 195 രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഡാറ്റ വിശകലന പ്രകാരം 99 രാജ്യങ്ങളിൽ രക്തസമ്മർദ്ദ നിയന്ത്രണ നിരക്ക് 20% താഴെയാണ്. ബാധിതരായവരിൽ ഭൂരിഭാഗവും താഴ്ന്ന വരുമാനവും മധ്യവരുമാനവുമുള്ള രാജ്യങ്ങളിലാണ്. അവിടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ആവശ്യമായ സ്രോതസ്സുകളുടെ കുറവ് നേരിടുന്നു. പുതിയ റിപ്പോർട്ട് പ്രകാരം ഹൈപ്പർ ടെൻഷൻ തടയൽ, രോഗനിർണയം, ചികിത്സ, ദീർഘകാല പരിപാലനം എന്നിവയിൽ വലിയ പോരായ്മകളുണ്ട്. രോഗികൾക്കുള്ള സാമ്പത്തിക സംരക്ഷണത്തിലെ അപര്യാപ്തത, വിശ്വാസ്യതയില്ലാത്ത വിതരണ ശൃംഖലകളും ചെലവേറിയ മരുന്നുകളും, പ്രവണതകൾ നിരീക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളിലെ കുറവ്, വിശ്വാസ്യതയുള്ള രക്തസമ്മർദ്ദ നിയന്ത്രണ ഉപകരണങ്ങളിലെത്താനുള്ള പരിമിതമായ സൗകര്യം തുടങ്ങിയവ പ്രധാന തടസ്സങ്ങളായി പറയുന്നു. WHO എല്ലാ രാജ്യങ്ങളോടും സാർവത്രിക ആരോഗ്യ പരിരക്ഷാ പരിഷ്കരണങ്ങളിൽ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണം ഉൾപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നു. റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്ന നടപടികൾ നടപ്പാക്കിയാൽ ലക്ഷക്കണക്കിന് മരണങ്ങൾ തടയാനും നിയന്ത്രണമില്ലാത്ത ഉയർന്ന രക്തസമ്മർദ്ദം സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും സൃഷ്ടിക്കുന്ന ഭീമമായ തകർച്ച കുറയ്ക്കാനും സാധിക്കും. പുതിയ വിഷയങ്ങളുമായി ആരോഗ്യമാനന്ദം അടുത്തയാഴ്ച കാണാം. നന്ദി.